ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാലദേവിയുടെ പുറപ്പാട്. മാരുതനന്ദനൻ ഔഷധത്തിനങ്ങു മാരുതവേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിശാചരാധീശനോടാരും അറിയാതെ ചെന്നു ചൊല്ലിടിനാർ. ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു വരുവിനാൻ. ചിന്താവശനായ മുഹൂർത്തമിരുന്ന് അളവന്തർഗൃഹത്തിങ്കൽ നിന്നു പുറപ്പെട്ടു. രാത്രിയിൽ ആരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമി ഗൃഹം പ്രാപിച്ചളവതി വിസ്മയം പൂണ്ടവൻ ആപൂർണമൂതം തൊഴുതു സന്ത്രസ്തനായി അർഹ്യാദികൾ കൊണ്ട് പൂജിച്ചു ചോദിച്ചാൽ അപ്പോദയം വരും മുമ്പേ ലഘുതരം ഇങ്ങെഴുന്നള്ളുവാൻ എന്തൊരു കാരണം? ഇങ്ങനെ മറ്റുള്ള അകമ്പടി കൂടാതെ ദുഃഖപീഡിതനായിയ രാവണൻ അക്കാലനേമിയോട് ചൊല്ലിടിനാൻ. ദുഃഖനിപീഡിതനാകിയ രാവണൻ കാലനേമി തന്നോട് ചൊല്ലിടിനാൻ. ഇക്കാല വൈഭവം എന്തു ചൊല്ലാവതും ഒക്കെ നിന്നോട് ചൊൽവാൻ അത്ര വന്നതും. ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റാശു വീണിടിനാൻ ഭൂതലേ. പിന്നെ വിരിഞ്ചാസ്ത്രമെയ്തുവമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു രണാങ്കണം തന്നിൽ വീട്ടിടിനാൻ. പറയും വിചിതാത്മജൻ ഇന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുത നന്ദനൻ ഔഷധത്തിന് പോയിടിനാൻ. ചെന്നു വിഘ്നം വരുത്തേണമെന്നു നീ നിന്നോട് ഭയവും ചൊല്ലാമതിന്നിടോ. താപസനായി ചെന്നു മാർഗമധ്യേ പുക്കു പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലവിളംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം. താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോട് ചൊല്ലിനാൻ. സാമവേദജ്ഞ സർവജ്ഞ ലങ്കേശ്വര സാമമാമെന്നുടെ വാക്കു കേൾക്കണമേ. നിന്നെ കുറിച്ചു മരിപ്പതിൻ ഇക്കാലം എന്നുള്ളിലേതും മടിയില്ല നിശ്ചയം. മാരീജനെ കണക്കെ മരിപ്പാൻ മനതാരിൽ എനിക്കേതുമില്ലൊരു ചഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞെന്തൊരു ബലമുള്ളതും. എന്തു രാജ്യം കൊണ്ടു പിന്നെയൊരു ബലം, എന്തു ബലം തവ ജാനകിയെ കൊണ്ടും ഹന്തജടാത്മകമായ ദേഹം കൊണ്ടും എന്തു ബലം തവ ചിന്തിച്ചു കാണ്ടിടോ. സീതയെ രാമനു കൊണ്ട കൊടുത്തു നീ സോദരനായി കൊണ്ടു രാജ്യവും നൽകുക. കാനനം തന്നിൽ മുനിവേഷവും പൂണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യൂഷ ശുദ്ധായ ശുദ്ധതോയ അത്യന്ത ഭക്തിയോടർക്കോദയം കണ്ടു സന്ധ്യാ നമസ്കാരവും ചെയ്തു ശീഘ്രമേ ഏകാന്തേ സുഹാസനം പ്രാപിച്ചു തുഷ്ടനായി സർവവിഷയ സംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനീ കണ്ടാത്മനാമാത്മനാ സാത്മോദയം കൊണ്ടു സർവലോകങ്ങളും സ്ഥാവര ജംഗമജാതികളായുള്ള ദേവതിരംഗ മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനും ആധാരമെന്നതും ആ ബ്രഹ്മ സ്തംഭ പര്യന്തമായെന്തോന്നു താല്പര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും. സദ്ഗുരുമായ എന്നും പറഞ്ഞിടുന്നു. ഇക്കണ്ട ലോകവൃക്ഷത്തിനേകഥ സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിത ശ്വേതകൃഷ്ണാതിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായ. പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും കൃഷ്ണാഹിംസാദികളടോ. തൻ്റെ ഗുണങ്ങളെ കൊണ്ടു മോഹിപ്പിച്ചു തൻ്റെ വശത്താക്കും ആത്മാവിനെയവൾ. കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവാകും ഈശ്വരൻ തങ്ങളെ ആരോപണം ചെയ്തു തൻ്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു. ശുദ്ധനാത്മാ പരനേകൻ അവളോടു യുക്തനായി വന്നു പുറത്തു കാണുന്നിതു
തന്നെ ആത്മാവിനെ താൻ മറക്കുന്നിതന്വകമായ ഗുണവിമോഹത്തിനാൽ. ബോധസ്വരൂപനായ ഒരു ഗുരുവിനാൽ ബോധിതനായാൽ നിമിത്രേന്ദ്രിയനുമായി കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ വേണുന്നതെല്ലാം അവന് വന്നു തഥാ. ദൃഷ്ട്വാ പ്രകൃതി ഗുണങ്ങളോടാശ വേർപെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാ ഗുണങ്ങളിൽ നിന്ന് വിമുക്തനായി ആദ്യ പ്രകൃതി വിമുക്തനാത്മാവിധി ജ്ഞാത്വാ നിരസ്താശയാജിതകാമനായി ധ്യാനനിരതനായി വാഴുകെന്നാൽ വരും ആനന്ദമേതും വികൽപ്പമില്ലോർക്കനെ. ധ്യാനിപ്പതിനു സമർത്ഥനല്ലെങ്കിലോ മാനസേ പാവനെ ഭക്തി പരവശേ നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ചത്യന്ത ശുദ്ധ്യാ സ്വബുദ്ധ്യാ നിരന്തരം. ഹിൽപത്മകർണികാമധ്യേ സുവർണപീഠോൽപലെ രത്നഗണാഞ്ജിതേ നിർമ്മലേ ശ്ലഷ്ണേ മൃദുതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണസേവിതം ബാണധനുർധരം വീരാസനസ്ഥിതം വിശാലവിലോചനം ഐരാവതി തുല്യ പീതാംബരധരം ഹാരകിരീടകേയൂരാംഗതാംഗുലീയോരു രത്നാഞ്ജിത കുണ്ടല നൂപുരം ചാരുകടകടിസൂത്ര കൗസ്തുഭ സാരസമാല്യവനമാലികാധരം ശ്രീവത്സവക്ഷസം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃദിസ്ഥിതം സർവേശ്വരം പരം സർവവന്ദ്യം ശരണാഗതവത്സരം. ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം. തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊല്ലുകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം. ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു. ജന്മജന്മാന്തരത്തിങ്കലുമുള്ളൊരു കൽമഷമൊക്കെ നശിച്ചു പോം നിശ്ചയം. വൈരം വെടിഞ്ഞതിഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്കനീ. ദേവം പരിപൂർണമേകം സദാകൃതി ഭാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാധിഹീനം പുരാണം ശിവം രാമദേവം ഭജിച്ചിടുന്നേ സന്തതം. രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ ക്രോധതാമ്രാക്ഷനായി വാളുമായി തദ്ഗളം ഛേദിപ്പതിനൊരു വെട്ടു ചൊല്ലിയിടിനാൻ. നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനിക്കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമിടോ. കാലനേമിക്ഷണതാചരണം നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിടിനാൻ. രാക്ഷസരാജാ ദുഷ്ടാത്മൻ മതിമതി ദുഷതാഭാവം ഇതുകൊണ്ടു കിംബലം. നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പൻ അതെന്നുടെ സദ്ഗതിക്കെന്നു ധരിക്ക നീ. സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിനു ഞാൻ അദ്യ സമുദ്യുക്തനായേൻ മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രി പാർശ്വേദൃശം. ചെന്നിരുന്നാൻ മുനിവേഷമായി തക്ഷണേ കാണായിദാശ്രമം മായാവിരചിതം നാനാമുനിജനസേവിതമായതും ശിഷ്യജനപരിചാരക സംയുതം ദൃശ്യാശ്രമം കണ്ടു വായുവിനും. ചിന്തിച്ചു നിന്നാൻ ഇവിടെ ഒരാശ്രമം എന്തു മൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ. മാർഗവിഭ്രംശം വരികയോ കേവലം ഓർക്കണ വെന്മനോ വിഭ്രമമല്ലല്ലീ. നാനാപ്രകാരവും താമസനെ കണ്ടു പാനീയ പാനവും ചെയ്തു ദാഹം തീർത്തു കാണാമഹൌഷധം നിൽക്കും അത്യുന്നതം ദ്രോണാചലം രഘുപുങ്കവാനുഗ്രഹാൽ. ഇത്തം നിരൂപിച്ചൊരു യോജനായുധം വിസ്താരമാണ്ഡമായ ആശ്രമമശ്രമം രംഭാപനസകർജരം കേരാമ്രാതി സമ്പൂർണമത്യുച്ഛതോയ വാഭീയുധം. കാലനേമിത്രിയാമാചാരനും തത്ര ശാലയിൽ ഇല്ലപ്തിസദാസികളോടും ദസ്യാദികളും ശാലയിൽ ദസ്യാദികളോടും ഇന്ദ്രയാഗം ദൃഢമാനുഷ്ഠിച്ചു ചന്ദ്രചൂടപ്രസാദം വരുത്തിയിടുവാൻ ഭക്ത്യാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരേന്ദ്രനാം താപസ ശ്രേഷ്ഠനെ വീണു സമസ്കാരവും ചെയ്തുടൻ ജഗൽ പ്രാണതനയനും ഇങ്ങനെ ചൊല്ലിനാൻ. രാമദൂതോഹം ഹനുമാനിധി മമ നാമം പവനജൻ അഞ്ജനാനന്ദനൻ രാമകാര്യാർത്ഥമായി ശ്രീരാംപുരാശിക്കു സാമോദമെന്നു പോകുന്നു തപോനിതേ. ദേഹരക്ഷാർത്ഥം ഇവിടേക്ക് വന്നിതു ദാഹം പുറാഞ്ഞു തണ്ണീർ കുളിച്ചിടുവാൻ. എങ്ങോ ജലസ്ഥലം എന്നരുൾ ചെയ്യണം എങ്ങുമേ പാർക്കരുതെന്നൻ മനോഗതം. മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിടിനാൻ. മാമകമായ കമണ്ഡലുസ്തം ജലമാമയം തിരുവോളം കുടിച്ചിടുക. പക്വബലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞൊന്നുറങ്ങുക. ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി ഹോതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദിശ കണ്ടറിഞ്ഞിരിക്കുന്നതു സുവ്യക്തമായതു കൊണ്ടു ചൊല്ലിയിടുവൻ. വാനരന്മാരും സുമിത്രാതനയനും മാനവ വീരനിരീക്ഷിതരാകയാൽ മോഹവും തീർന്നെല്ലാവരും ആഹവത്തിനൊരു വെച്ചു നിന്നിടിനാർ. ഇത്തമാകർണ ചൊന്നാൻ കവിപുങ്കവൻ എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ. ഭാരം പൊരുതുമേതാകം അതുകൊണ്ടു
പോരാകമണ്ഡല സംസ്ഥിതമാം ജലം വായുധനേരെ വഞ്ചുന്ന നേരത്തുമായ വിരചിതനായ ഒടുവിനെ ത്രയോകരം ചെന്നു കാട്ടിക്കൊടുക്കുന്നു. ഭൂയോമുദാകാല നേമിയും ചൊല്ലിനാൻ നേത്രനിമീലനം ചെയ്തു പാനീയവും പിത്വാ മമാന്തികം പ്രാപിക്ക സത്വരം. എന്നാൽ നിനക്കൗഷധം കണ്ടു കിട്ടുവാൻ ഇന്നു നല്ലൊരു മന്ത്രോപദേശം ചെയ്വൻ എന്നതു കേട്ടു വിശ്വാസേന മാരുതി ചൊന്നാനയച്ച ഒടുവിനോടും മുതാ കണ്ണു മടച്ചു ആ വീതനം പ്രാപിച്ചു. തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തനെ വന്നു ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകവിവീരനെ തിന്നുകളവാൻ ഒരുമ്പെട്ട നേരത്തു കണ്ണുമിഴിച്ചു കവീന്ദ്രനും നോക്കിനാൻ. വക്രം വിളർന്നു കണ്ടോരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ട് വിളർന്നാൻ കവിവരൻ. ദേഹമുപേക്ഷിച്ചു മേൽപോട്ടു പോയതു ദേഹിയും മിന്നൽ പോലെ തദത്യത്ഭുതം. ദിവ്യവിമാനദേശേ കണ്ടിതന്നേരം ദിവ്യരൂപത്തോടു നാരീമണിയെയും ചേതോഹരാഗ്നിയാം അപ്സര സ്ത്രീമണി വാദാത്മജനോടു ചൊന്നാളനു അതു നേരം. നിന്നുടെ കാരുണ്യമുണ്ടാകയില് എനിക്കിന്നു വന്നു ശാപമോക്ഷം കവിവര. മുന്നമൊരു അപ്സര സ്ത്രീ ഞാനൊരു മുനി തന്നെ ശാപേന രാക്ഷസിയായതും ധന്യമാലീതിമേ നാമം മഹാമതേ. മാന്യനാം നീ ഇനിയൊന്നു ധരിക്കണം. അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാഹലൻ. രാവണപ്രേരിതനായി വന്നിരുന്നവൻ താപകമാർഗ വിഘ്നം വരുത്തിയിടുവാൻ താപസവേഷം ധരിച്ചിരിക്കുന്നിതു. താപസദേവ ഭൂദേവാദിഹിംസകൻ ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനെ പുഷ്ടമോദം ദ്രോണപർവ്വതം പ്രാപിച്ചു. ദിവ്യൌഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി ക്രവ്യാത വംശവശേഷം ഒടുക്കുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു വാനരവീര കുശലം ഭവിക്കതേ. പോയാളി വണ്ണം പറഞ്ഞവൾ മാരുതി മായാവിയാകാല നിയമിതൻ നന്ദികേ. ചെന്നാനവനോട് ചൊന്നാൻ വന്നിടുവാൻ ഇത്ര വൈകിയതെന്തടോ. കാലമിനിക്കളയാതെ വരിക നീ മൂലമന്ത്രോപദേശം ചെയ്യുവാനാശു ഞാൻ. ദക്ഷിണയും തന്നഭിവാദ്യവും ചെയ്തു ദക്ഷിണായി വന്നു കൂടുംബവാൻ നിർണയം. തക്ഷണേ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം രക്ഷപ്രവരോത്തമാകെ കവിവരൻ. ഒന്നടിച്ചാനതുകൊണ്ടവനും തഥാ ചെന്നു പൊക്കിയിടിനാൻ ധർമ്മരാജാലയം. ദിവ്യൌഷധഫലം. ക്ഷീരാർണവത്തെയും ദ്രോണാജലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധൗ. ഔഷധാവാസ മൃഷഭാദ്രിയും കണ്ടിത് ഔഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ. കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പറിച്ചേണാംഗബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നൻപോടു രാഘവൻ മുമ്പിൽ വച്ചിണ്ടൽ തീർത്തിയിടിനാൻ. വൻപടയ്ക്കന്നേരം കൊണ്ടൽ നീർവർണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനും ആനന്ദമായി വന്നിതേറ്റവും. ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്തു ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും. മുന്നമിരുന്ന വണ്ണം തന്നെയാക്കണമെന്നു തന്നെ ശൈലമില്ലൊരു സംശയം. അല്ലായെങ്കിലെങ്ങനെ രാത്രിഞ്ചരബലം കൊല്ലുന്നിതെന്നരുൾ ചെയ്തോരനന്തരം. കുന്നുമെടുത്തുയർന്നാൻ കവിപുങ്കവൻ വന്നാൻ അരനിമിഷം കൊണ്ടു പിന്നെയും. യുദ്ധേ മരിച്ച നിശാചരന്മാരുടൽ നക്തഞ്ചരേന്ദ്ര നിയോഗ്യ രാക്ഷസർ വരാനദിയിലെത്തിനാരെന്നതും കാരണം ജീവിച്ചതില്ല രക്ഷോകടം. മേഘനാഥവധം. രാഘവന്മാരും മഹാകവി വീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധൗ. മർക്കട നായകന്മാരോടു ചൊല്ലിനാൻ അർക്കതനയനും അങ്കദനും തഥാ. നിൽക്കരുതാരും പുറത്തിനീ വാനര ഒക്കെ കടക്ക മുറിക്ക മതിലുകൾ വൈക്കഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്ക തെരുതരെ. ഉപതടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക. ഇക്കതും ഒക്കെ ഒടുങ്ങി നിശാചരൻ ഉൾക്കരുത്തുള്ളവർ ഇന്നുമുണ്ടെങ്കിലോ. എന്തു പറഞ്ഞാൽ പുറത്തു പുറപ്പെടും അന്തകൻ വീട്ടിനയക്കാമനുക്ഷണം എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരുതരെ വെച്ചു തുടങ്ങിനാർ. പ്രാസാദ ഗോപുര ഹർമ്മ്യ ഗൃഹങ്ങളും കാസി സകാഞ്ചന രൂപതാമ്രങ്ങളും ആയുധശാലകൾ ആഭരണങ്ങളും ആയധനങ്ങളും അജ്ജനശാലയും വാരണവൃന്ദവും വാജി സമൂഹവും തേരുകളും വെന്തു വീണിടുന്നു. സ്വർഗലോകത്തോളം എത്തി ദഹനനും ശക്രനോടങ്ങറിയിപ്പാനനാകുലം. മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നിതു. രാത്രിഞ്ചര സ്ത്രീകൾ വെന്ത അലറിപ്പാഞ്ഞു ആർത്തിയും മുഴുത്തു തെരുതെരച്ചാകയും. മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും. ഗോത്രാരുചിത്തു ജയിച്ചതുമെത്രയും പാർത്തോളം അദ്ഭുതമെന്നു പറകയും. രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും. മാനവേന്ദ്രൻ ധനുർധ്യാനാഥ ഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും. വാനരന്മാർ നിന്നലറുന്ന ഘോഷവും ദീനത പൂണ്ട തുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങിച്ചമഞ്ഞിതു. ചിന്ത മുഴുത്തു ദശാനന വീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകുന്നു ചൊല്ലിനാൻ തമ്പിയായുള്ള നികുംഭനും അന്നേരം.
മുന്നിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെട്ടാൻ കുംഭനും താനും പ്രജങ്കനും എത്രയും വമ്പുള്ള യുപാക്ഷനും ശോണിതാക്ഷനും വമ്പടയോടും പുറപ്പെട്ടു ചെന്നള ബിംബം കലർന്നടുത്താർ കവിവീരരും രാത്രിയിൽ ആർത്തങ്ങടുത്തു പൊരുതൊരു രാത്രിഞ്ചരന്മാർ തെരുതെരച്ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ ഭേദിച്ചു രാത്രിയിൽ വീഴുകയും ഏറ്റു പിടിച്ചു മടിച്ചു മിടിച്ചും അങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചും മരാമരം തോറ്റുപോകായെന്ന് ചൊല്ലി അടുക്കയും വാനരായ രാക്ഷസന്മാർ പൊരുതാൻ അഭിമാനം നടിച്ചും ചതിച്ചും കളേപരം 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലപുരി ബുക്കിതേറ്റ രക്ഷോഗണം കമ്പനൻ വൻപോടെടുത്താനത് നേരം അമ്പുകൊണ്ടേറ്റമകന്നു കവികളും കമ്പം കലർന്നൊഴിച്ചാനതു കണ്ടത് ജമ്പാരി നന്ദന പുത്രനും കോപിച്ചു കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിമ്പയെ തുടർന്നങ്ങടുത്താൻ പ്രജങ്കനും യുവാക്ഷനും തവാ ശോണിത നേത്രനും കോപിച്ചടുത്താനതു നേരമംഗതൻ കൗണവന്മാർ മൂവരോടും പൊറുതീക്ഷീണനായി വന്നിതു ഭാരീ തനയനും മൈന്ദനും ആശുവിധനും ആഴ്ത്തത്ര മന്ദേതരം വന്നടുത്താരതു നേരം കൊന്നാൻ പ്രജങ്കനെ താരേയനുമത പിന്നെ യൗവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിതു ശോണിത നേത്രനെയോമത മൈന്ദനും യുവാക്ഷനെ കൊന്നു വീഴ്ത്തിനാൻ നക്തൻ ജനവരന്മാർ 4 മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ശരം പൊഴിച്ചിടിനാൻ വമ്പരാം വാനരന്മാരൊക്കെ വണ്ടിനാർ സുഗ്രീവനും തേരിൽ അമ്മാറു ചാടി വീൺ ഉഗ്രതയോടവൻ വിൽക്കളഞ്ഞിടിനാൻ മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്ന് എടുത്തെറിഞ്ഞിടിനാൻ അബ്ദിയിൽ വാരാനിധിയും കലക്കി മറിച്ചതി ഘോരനാം കുംഭൻ കരേറി വന്നിടിനാൻ സൂര്യാത്മജനും അത് കണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിനയച്ചിടിനാൻ സുഗ്രീവൻ അഗ്രജനെ കൊന്ന നേരമാ അത്യുഗ്രൻ നികുംബൻ പരിതവുമായുടൻ സംഹാര രുദ്രനെ പോലെ രണാജിരെ സിംഹനാദം ചെയ്തടുത്താനതു നേരം സുഗ്രീവനെ പിന്നിലിട്ടു വാതാത്മജൻ അഗ്രേ ചൊറുത്താൻ നികുംബനെ തക്ഷണേ മാരുതി മാറിയിലിടിച്ചാൻ നികുംബനും പാരിൽ നുറുങ്ങി വീണു തൽപരിഹവും ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാൻ അതിക്രുദ്ധനായ ഒരു ജഗൽ പ്രാണപുത്രനും പേടിച്ചു മണ്ടിനാർ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്താർ കവിവീരരും ലങ്കയിൽ പുക്കടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചാരവസ്ഥകൾ കുംഭാദികൾ മരിച്ചോരു ദന്തം കേട്ടു ജമ്പാരി വൈരിയും ഭീതി പൂണ്ടിടിനാൻ പിന്നെ ഖരാത്മജനാം മകരാക്ഷനോട് അന്യോന്യ കോപേന ചൊന്നാൻ ദശാനനൻ ചെന്നു നീ രാമാദികളെ ജയിച്ചിങ്ങു വന്നിടു എന്ന നേരം മകരാക്ഷനും തന്നുടെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമോടടുത്ത് പടുത്തൂരിടാങ്കണേ പന്നകതുല്യങ്ങളായ ശരങ്ങളെ വന്യീലാകാരമായി ചൊരിഞ്ഞിടിനാൻ നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനർ ചെന്നവയം തരികുന്നു രാമാന്തികെ നിന്നു പറഞ്ഞതു കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ വില്ലാളികൾ മുമ്പുള്ളവർ തന്നോടു നില്ലെന്നളഞ്ഞു ബാണങ്ങൾ തൂകിടിനാൻ ഒന്നിനൊന്നൊപ്പം എയ്താൻ മകരാക്ഷനും ഭിന്നമായ ശരീരം കമലാക്ഷനും അന്യോന്യമൊപ്പം പൊറു നിൽക്കുന്നേരം ഒന്നു തളർന്നു ചമഞ്ഞു ഖരാത്മജൻ അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിലിരുന്നൊരു ചാപവും തേരും പൊടി പെടുത്താനേതു രാഘവൻ സാരഥി തന്നെയും കൊന്നാനതു നേരം പാരിലമ്മാറു ചാടി ശൂലവും കൊണ്ടു പാരമുടുത്ത മകരാക്ഷനെ തഥാ പാവകാസ്ത്രം കൊണ്ടു കണ്ടവൻ ഛേദിച്ചു ദേവകൾക്ക് ആപത്തു മുട്ടുതീർത്തിടിനാൻ രാവണീതാനതറിഞ്ഞു കോപിച്ചു വന്നേവരെയും പുരുദാശു പുറത്താക്കി രാവണനോടറിയിച്ചാനതു കേട്ടു ദേവകുലാന്തകനാകിയ രാവണൻ 7 ലോകം നടുങ്ങും പരിചാരകന്മാരോടുകൂടി പുറപ്പെട്ടാൻ അപ്പോൾ അതുകൊണ്ട് മേഘനിനാഥനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിടിനാൻ ഇപ്പോൾ അടിയനരികളെ നിഗ്രഹിച്ചുൾപ്പൂവിലുണ്ടായ സങ്കടം പോക്കുവൻ അന്തഃപുരം പുക്കിരുന്നിരു അരുളിയിടുക സന്താപമുണ്ടാകരുതുക കാരണം ഇത്തം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വൃത്രാരിചിത്വം പുറപ്പെട്ടു പോരിനായി യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു കാകുൽസ്ഥനോടിത്തം ഉണർത്തിച്ചരുളിനാൻ നിത്യം പറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കവിവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളങ്ങൈ തുടരന്തം വരുത്തുന്നത് എത്ര നാളേക്ക് പൊറുക്കണം ഇങ്ങനെ ബ്രഹ്മാശ്രമേതു നിശാചരന്മാർ കുലമുന്മൂലനാശം വരുത്തുക സത്വരം സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടത് രാമഭദ്രസ്വാമി താനും അരുൾ ചെയ്തു ആയോധനത്തിങ്കലോടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടു പാദാന്തികെ വന്നു വീഴുന്നവരോടും പൈതാഹമാമസ്ത്രം പ്രയോഗിക്കരുതിടോ പാതകമുണ്ടാമതല്ലാകിലേവനും ആയോധനത്തിങ്കൽ ഓടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടു പാദാന്തികെ വന്നു വീഴുന്നവരോടും
പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതടോ. പാതകമുണ്ടാമതല്ലാകിലേവനും ഞാനിവനോട് പോർ ചെയ്വ് എല്ലാവരും ദീനതയെന്നിയെ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്തു വില്ലും കുലച്ചന്തികെ സന്നദ്ധനായതു കണ്ടൊരു രാവണി തക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പുക്കുമായ സീതയെ വെച്ചുടൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ മായാസിതയെ കണ്ടു ദുഃഖിച്ചു. മാരുതീതാനും പരവശനായതു വാനരവീരരെല്ലാവരും കാണവേ ജാനകി ദേവിയെ വെട്ടിനാൻ നിർദ്ദയം. അയ്യോ വിഭോ രാമ രാമേതി വാ വിട്ടു മയ്യൽ മെയ്യാൽ മുറ വിളിച്ചിടിനാൾ. ചോരയും പാരൽ പരന്നിതതു കണ്ടു മാരുതി ജാനകി എന്നു തേറിയിടിനാൻ. ശോഭയില്ലേതും നമുക്ക് യുദ്ധത്തിനാവത്തിതിൽ പരമെന്തുള്ളതീശ്വര. നാമിനി വാങ്ങുക സീതാവതം മമ സ്വാമി തന്നോട് ഉണർത്തിപ്പാൻ കവികളെ. ശാകാമൃതാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുതനന്ദനൻ ചൊല്ലുന്നത് കൊണ്ടു രാഘവനൻ തഥാ ചൊല്ലിനാൻ ജാമ്പവൻ തന്നോട് സാകൂലം. മാരുതി എന്തുകൊണ്ടിങ്ങോട്ട് പോന്നിതു പോരിൽ പുറംതിരിഞ്ഞിടുമാറില്ലവനും. നീ കൂടെ അങ്ങു ചെന്നിടുക സത്വരം ലോകേശ്വനന്ദന പാർക്കരുതേതുമേ. ഇത്തമാകർണ്യ വിധിസുതനും കവി സത്തമന്മാരുമായി ചെന്നു ലഘുതരം. എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവാൻ ബന്ധമെന്തങ്ങോട്ട് തന്നെ നടക്ക നീ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ. ഇന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഉണ്ടൊരവസ്ഥയും ഉണ്ടിതിപ്പോഴേ ചെന്നു ജഗത്സ്വാമിയോട് ഉണർത്തിക്കണം. പോരിക നീയും അങ്ങോട്ട് നീ എന്നുടൻ മാരുതി ചൊന്നതു കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചതു. മൈഥിലി തന്നെ നാശവൃത്താന്തമെപ്പോരുമേ. ഭൂമിയിൽ വീട് മോഹിച്ചു രഘുത്തമൻ സൗമിത്രിതാരുവൻ നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിടിനാൻ. മന്നവൻ തൻ പദമഞ്ജനാപുത്രനും ഉത്സംഗ ശീവനെ ചേർത്താൻ അത് കണ്ടു നിസ്സംജ്ഞരായൊക്കെ ഇരുന്നു കവികളും. ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും. എന്തൊരു ഘോഷമുണ്ടായതെന്ന് ആത്മനെ ചിന്തിച്ചിവിടേക്ക് വന്നു വിഭീഷണൻ. ചോദിച്ച നേരം കുമാരൻ പറഞ്ഞതു മാതരിശ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ. കൈയിട കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ. അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ. ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കൽ ആരും ഉണ്ടായി വരാ. മായാനിവളനാമേഘനിദാനൻ ഇക്കാര്യമനുഷ്ഠിച്ചത് എന്തിനെന്നാശുകേൾ. മർക്കടന്മാർ ചെന്നു ഉപദ്രവിച്ചിടാതെ തക്കത്തിലാശു നികുംബിലിയിൽ ചെന്ന് പൊക്കുടൻ തന്നെ ഹോമം കഴിപ്പതിനായിക്കൊണ്ടു കണ്ടു ഒരു ഭയം അത്യത്ഭുതം. ചെന്നിനീ ഹോമം മുടക്കേണമല്ലാകിൽ എന്നോ അവനെ വധിക്കരുതാർക്കുമേ. രാഘവസ്വാമിൻ ജയ ജയ മാനസ വ്യാകുലം തീർന്നെഴുന്നേൽക്കതയാനിതേ. ലക്ഷ്മണൻ അടിയനും കവികുലം മുഖ്യപ്രവരരുമായിട്ട് പോകണം. ഓർത്തുകാലം കളഞ്ഞിടരുതേതുമേ യാത്ര അയക്കണമെന്നു വിഭീഷണൻ ചൊന്നതു കേട്ടള ആലസ്യവും തീർന്നു മന്നവൻ പോവാനൊറ്റ നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തു കൃതാർത്ഥനായ ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസ പുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നുവരികെന്ന് അനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോട് മഹാകവിസേനയും രക്ഷോവരനും നടന്നാൻ. അതുനേരം മൈന്ദൻ വിവിധൻ സുഷേണൻ നളൻ നീലൻ ഇന്ദ്രാത്മജാത്മജൻ കേസരി താരനും ശൂരൻ വൃഷഭൻ ശരഭൻ വിനതനും വീരൻ പനസൻ കുമുദൻ വികുടനും വാദാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ സുമുഖൻ ബലികുങ്കവൻ ശ്വേതൻ ദതിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേതുരൻ ധൂമ്രൻ ഗവയൻ ഗവാക്ഷനും മറ്റുമിത്യാദി ചൊല്ലുള്ള കവികളും മുറ്റും നടന്നിതു. ലക്ഷ്മണൻ തന്നോടും മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികുംബില പുക്കു നിറഞ്ഞിതു. നക്തഞ്ചരവരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിയിടിനാർ രാവണി. കല്ലും മലയും മരവും എടുത്തുകൊണ്ട് എല്ലാവരുമായെടുത്തു കവികളും ഏറ്റുമേതും കൊണ്ടു വീണു തുടങ്ങിനാർ. അറ്റമില്ലാതെ ഓരോ രാക്ഷസ വീരരും മുറ്റുകയില്ല ഹോമം നോക്കി പറ്റരച്ചറ്റകറ്റി ഒഴിഞ്ഞെന്നു കൽപ്പിച്ചു രാവണി വില്ലും ശരങ്ങളും കെൽപ്പോഴെടുത്തു പോരിഞ്ഞെടുത്തിടിനാൻ. മുമ്പിൽ വേഗം പൂണ്ടെടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്തു നിർത്തിടിനാൻ. വന്നു നികുംബിലിയാൽ തറമേലേറി ഇന്നു ദശാരന പുത്രനും അന്നേരം കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോട് കുണ്ടത തീർത്തു പറഞ്ഞു തുടങ്ങിനാർ. കഴിഞ്ഞീല ഹോമം ഇവനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാതിടം. മാരുതനന്ദനൻ തന്നോട് കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ. മൃത്യുസമയമടുത്തിരുന്നവന്നിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. ഇത്തം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രിയോ അസ്ത്രശസ്ത്രങ്ങൾ തൂയിടിനാൻ. പ്രത്യസ്ത്ര ശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്രജിത്തുമെത്യക്തമസ്ത്രങ്ങൾ എഴുതിയിടിനാൻ. അപ്പോൾ കഴുത്തിലെടുത്തു വരൽ സുതൻ
ഉൽപ്പന്നമോദം കുമാരനെ സാദരം ലക്ഷ്മണാഭാഷ്യ വിഭീഷണനെ കണ്ടു തക്ഷണം ചെന്നാൻ ദശാനനപുത്രനും രാക്ഷസജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃഭ്യനല്ലോ മമ കേവലം പുത്രമിത്രാദിവർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിനോ വൃത്തിനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിടിനാൽ എത്രയും നന്നെന്നതേ ചൊല്ലാവൂ. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്കു പാർത്തു കണ്ടോളും ഗതിയില്ല നിർണയം. ഊർദ്ധലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധവതം. ശാസ്ത്രജ്ഞനാം നീ കുലത്തെ ഒടുക്കുവാൻ ആസ്തയാ വേല ചെയ്യുന്നതും അത്ഭുതം എന്നതോ കേട്ട് വിഭീഷണൻ ചൊല്ലിനാൻ നന്നു നീയും നിൻ പിതാവും അറിയ നീ വംശമോടിക്കുന്നതിന്നു നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മാനസേ വംശത്തെ രക്ഷിച്ചു കൊള്ളുവരെന്നു ഞാൻ അംശുമാലി കുല നായകാനുഗ്രഹാൽ ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം അങ്ങാതിവാണങ്ങൾ തൂകി കുമാരനും എല്ലാം അതേതു മുറിച്ചു കളഞ്ഞത് ചൊല്ലിനാൻ ആശു സൗമിത്രി തന്നോടവൻ. 2 ദിനം മമാബാഹു പരാക്രമം കണ്ടതില്ലേ നീ കുമാരാ വിശേഷിച്ചും കണ്ടുകൊള്ളുകയിൽ ഇന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണമേകുവൻ. ഇത്തം പറഞ്ഞ 7 ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയെയും ഉണർക്കേറിനാനേറ്റവും 10 പാടും വായ പുത്രനെ ഏൽപ്പിച്ചു സത്വരം തന്നെ വിഭീഷണൻ തന്നെയും 100 ശരമേതുവാനര വിരലും ഏറെ മുറിഞ്ഞു വശം കിട്ടുവാങ്ങിനാർ. തൽക്ഷണേ ബാണം മഴ പൊഴിയും മണ്ണു ലക്ഷ്മണൻ തൂകിനാൻ ശക്രാരി മീനിമേൽ വൃത്രാരിജിത്തും ശരസഹസ്രേണ സൗമിത്രി കവചം നുറുക്കിയിട്ടിടിനാൻ. രക്താഭിഷിക്ത ശരീരികളായതോ നത്തഞ്ചരനും സുമിത്രാതനയനും പാരാമടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു. സാരഥി തന്റെ തലയും മുറിച്ചത് സാരമായ ഒരു വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ജാപമെടുത്തു കുലച്ചവൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ. പിന്നെ 3 അമ്പെയ്തും മുറിച്ചിടിനാൻ. മന്നവൻ ഭക്തി കണ്ടാത്മജൻ അന്നേരം ഊറ്റമായ ഒരു വില്ലും കുഴിയെ കുലച്ചേറ്റമുടുത്തു ബാണങ്ങൾ തൂക്കിടിനാൻ. സത്വരൻ ലങ്കയിൽ പുക്കു തേരും കൂട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും. ആരും അറിഞ്ഞില്ല പോയതും വന്നതും നരതെന്താനും പ്രശംസിച്ചിതന്നേരം. ഘോരമായുണ്ടായ സങ്കരം കണ്ടൊരു സരസ സംഭവാനാദികൾ ചൊല്ലിനാർ. പണ്ടു ലോകത്തിങ്കൽ ഇങ്ങനെയുള്ള പോരുണ്ടായതിൽ ഇനി ഉണ്ടാകുകയുമില്ല. കണ്ടാലും ഈദൃശം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. ഇത്തം പലരും പ്രശംസിച്ചു നിൽപ്പതിന് മധ്യേ ദിവസത്രയം കഴിഞ്ഞു ദൃശം. വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവദൈവതാമസ്ത്രം കുമാരനും ലാഘവൻ ചേർന്നു കരയണകൻ ബന്ധിപ്പിച്ചു. രാഘവൻ തൻ പാദാംബോരുകം മനസ്സെ ചുറപ്പിച്ചയച്ചാൻ. അത് ചെന്നു പങ്ക്തി കണ്ടാത്മജൻ കണ്ഠവും ഛേദിച്ചു സിന്ധൂതലത്തിൽ മുഴുകി വിശുദ്ധമായി അന്തരാ തുണയിൽ വന്നു കുശരം. ഭൂമിയിൽ വീണതു രാവണി തന്നെ അമയം ചെയ്തതു ലോകത്രയത്തിനും. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗന്ദര്യത്തിനാർ. പുഷ്പങ്ങളും വർഷിച്ചാരുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. നേത്രങ്ങളായിരവും വിളങ്ങിയതാ ഗോത്രാരിദാനം പ്രസാദിച്ചതേറ്റവും താപമകൾന്നു പുകഴ്ന്നു തുടങ്ങിനാർ. താപസന്മാരും ഗഗനാധരന്മാരും ദുന്ദുബി നാദവും ഘോഷിച്ചതേറ്റം ആനന്ദിച്ചിതാശു വിരിഞ്ചനോ അന്നേരം ശങ്കാവീനും ചെറുഞാണിയൊലിയിട്ടു ശങ്കം വിളിച്ചുനാദം ചെയ്തു. വാനരന്മാരുമായി ചരണാംബുജം കൂപ്പിനാൻ. ലിംഗനം ചെയ്തു രാഘവൻ ഉടബോധം മുകർന്നിടിനാൻ. മൂർധനി ലക്ഷ്മണനോട് ചിരിച്ചരുളിച്ചേതു ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം. രാവണി യുദ്ധയെ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാനറിക നീ. ക്രൂതനായി നമ്മോട് യുദ്ധത്തിനായി വരും സുഖശോകത്താൽ നീതശഗ്രീവനും രാവണവിലാപം. ഇത്തമന്യോന്യം പറഞ്ഞിരിക്കുന്നേരം പുത്രൻ മരിച്ചതു കേട്ടരു രാവണൻ വിനുതു ഭൂമിയിൽ മോഹം കലർന്നത് ക്ഷീരനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ഹാഹാ കുമാര മണ്ഡോദരീ നന്ദന ഹാഹാ സുകുമാര വീര മനോഹര മൽക്കർമ്മ ദോഷങ്ങൾ എന്തു ചൊല്ലാവതോ ദുഃഖമിരുന്നു മറക്കുന്നതുള്ളിൽ ഞാൻ. പിന്നവർക്കും ദ്വിജന്മാർക്കും ഒരിമാർക്കും ഇതു നന്നായി ഉറങ്ങിടുമാറായതു നമ്മയും പേടിയില്ലാർക്കും ഇനി. മമ ജന്മവും നിഷ്ഫലമായി വന്നതീശ്വര എത്ര ഗണങ്ങൾ പറഞ്ഞു നിരൂപിച്ചു. അത്തൻ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടേ പുത്രൻ മരിച്ചതു ജാനകി തന്നെ കാരണമെന്നതുകൊണ്ടു ഞാൻ കൊന്നവൾ തന്നെ ചോര കുടിച്ചൊഴിച്ചെന്നുമേ ദുഃഖമടങ്ങുകയുമില്ലമേ. ഗർഗവും മുങ്ങിച്ചിരിച്ചറിത്തത്ര നിർഗമിച്ചിടിനാർ. ക്രുദ്ധനാൻ രാവണൻ സീതയും ദുഷ്ടനാൻ രാവണനെ കണ്ടു വിധയായ ക്രിയും വേപദൂഗാത്രിയായി. ആരാമാരാമരാമേതി ജപത്തോടും ആരാമദേശേ വസിക്കും ദശാന്തരേ. ബുദ്ധിമാനായ സുഭാഷൻ നയജ്ഞൻ അത്യുത്തമൻ കർപ്പുരസത്തമൻ വൃത്തവാൻ. രാവണൻ തന്നെ തടുത്തു നിർത്തി പറഞ്ഞായവരെല്ലാം പറഞ്ഞിരിനാൻ നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിക നിർമ്മലനെന്നു ജഗത്രയ സമ്മതം. താപകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതല്ലോ ഗുഹനുമനന്ദനും. ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. പൗലസ്ഥനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്ദിരാം പുണ്യജനാധിപൻ. സമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാദിവാസാത്മാജിതേന്ദ്രിയൻ. വേദവിദ്യാ വ്രതസ്ഥാനപരായണൻ ബോധവാൻ ഭാർഗവശിഷ്യൻ വിനയവാൻ.
എന്നിരിക്കെ ഭവാൻ എന്നു യുദ്ധാന്തരെ നന്നെത്രയും ഓർത്തു കൽപ്പിച്ചതും സ്ത്രീവധമാകിയ കർമ്മത്തിനായി നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർദ്ധനം രാത്രിഞ്ചരേന്ദ്രപ്രഭാ പ്രഭോ മയാ സാർദ്ധം വിരവോട് പോരിനായി മാനവന്മാരെയും മാനരന്മാരെയും മാനനെ പോലെതു കൊന്നു കളഞ്ഞു നീ ജാനകി ദേവിയെ പ്രാപിച്ചു കൊള്ളുക മാനസ താപം ദൂരെ നീക്കിയിടുക നീതിമാനായ സുപാർശ്വൻ പറഞ്ഞതു യാതു ധാനാധിപൻ കേട്ടു സന്തുഷ്ടനായി ആസ്ഥാന മണ്ഡപേ ചെന്നിരുന്നെത്രയും ആസ്തയാ മന്ത്രികളോടും നിരൂപിച്ചു ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടതു പോരിനായി ചെന്നു രക്ഷോഭനം രാമനോടേറ്റള കൊന്നൊഴിയാതെ ഒതുക്കിനാൻ രാമനും മന്നവൻ തന്നോട് എതിർത്തിതു രാവണൻ നിന്നു ചെയ്താനഭേദമായ നിർഭയം പിന്നെ രഘുത്തമൻ ബാണങ്ങളെ ചെയ്തു ഭിന്നമാക്കിടിനാൻ രാവണദേഹവും പാരം മുറിഞ്ഞു തർന്നു വശം കിട്ടു ധീരതയും വിട്ടു വാങ്ങി ദശാനനൻ പൊരുവിനി മമ പോരുമെന്നോർത്തത് ഭീരുവായി ലങ്കാപുരം ബുക്കനന്തരം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ.